ഔ ഇപ്പോഴാണ് സമാധാനമായത് പഠിച്ചോനെ. കൈയും കാലം കുഴയേനു. വേണ്ടവര് വന്ന് തിന്നോളൂ. പക്ഷേ എത്ര നേരമായാലോ ഇവിടെ എന്തുകൊണ്ട് കാണാത്തത്? എന്തേനാ പുതുക്കത്തില്? റബ്ബേ, വരുമ്പോ വരട്ടെ. മുപ്പത്തേര് ചായ കുടിച്ചാ? ഞാൻ കൂടി ഒന്ന് കാത്തുന്നില്ലല്ലോ. ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വിളി. വല്ലാത്തൊരു സാധനം തന്നെ തോന്നുന്നു. തുടക്കത്തിൽ തന്നെ മനസ്സിലായിക്കണം ഇത് വേറെ സൈസാണെന്ന്. ഞാൻ പോവാണ്. അന്നോടൊക്കെ പറയാൻ വെജ്ജ. ഞാൻ പറഞ്ഞതാവൂല ഇജ്ജ് തെറ്റിദ്ധരിക്ക. ഇജ്ജ് ഞാൻ പറഞ്ഞതും വേറെ ഒന്നും ഇജ്ജ് തെറ്റിദ്ധരിക്കും. അങ്ങനത്തെ ആളാണ് ഇജ്ജ്. ഞാൻ എന്തേ പറഞ്ഞ ഇജ്ജിന്റെ തല എടുക്കും. അതുകൊണ്ട് ഇജ്ജ് ഇപ്പൊ എന്നോട് പറയാൻ ഇപ്പൊ നേരമില്ല. അതുകൊണ്ട് ഞാൻ പോവാണ്. ഇജ്ജ് എന്താച്ചാണ് ചെയ്തോട്. എനിക്ക് പറയാനേ പറ്റുള്ളൂ. നിങ്ങൾ സ്വസ്ഥ സമാധാനമായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മതി. വേറെ ഒന്നും എനിക്ക് കാണും വേണ്ട കേൾക്കും വേണ്ട. എന്റെ മരണം വരെ നിങ്ങൾ നല്ലപോലെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് എന്നെ കൊണ്ട് പഠിപ്പിക്കാനോ ഓളെ കൊണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊടുക്കുന്നത്. അത് ആൾക്കാരെ കൊണ്ട് പഠിപ്പിച്ചാൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നീ ഇജ്ജ് എന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അതിന് ജിന്റെ തലയിൽ കയറാണ്ട ജി. എന്തെങ്കിലൊക്കെ പറഞ്ഞു പോത്തിന് ഇതിന് തലയൊന്ന് കയറിക്കോ. ഞാൻ പോവാണ്. പോയാ? മര്യാളെ കൊണ്ട് പണിയെടുക്കണത് ഭയങ്കര വേജാറ്. നാട്ടുകാരറിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ. എന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അടുക്കളയിൽ കയറ്റിയല്ലോ. അപ്പൊ ഈ നാട്ടുകാരും വീട്ടുകാരും ആരും ഉണ്ടായില്ല. ഇപ്പൊ നാട്ടുകാർ കാണും കേക്കും. ആൾക്കാരെന്താ പറയാന്നുള്ളൊരു വേജാറിൽ നടക്കുന്ന താളാ. ഇളയ മരിയോളോട് ഇങ്ങനെ ഒഴിപ്പിച്ച് നടക്കുക. ഇതിനൊക്കെ തന്നെ ഇളയ മോനോടും ഭയങ്കര സ്നേഹമല്ല. അപ്പൊ അതുകൊണ്ട് കോളിയും ഭയങ്കര ഇങ്ങനെ കൈൻ്റെ ഉള്ളനാടി കൊണ്ടുനടക്കണത്. ഞങ്ങളൊന്നും പുറമ്പോക്കല്ല. അത് എന്റെ ചെങ്ങായിനോട് പറഞ്ഞാൽ എത്ര മനസ്സിലാവൂല. ആൾക്ക് രണ്ട് കണ്ണീരാണ് കാണുന്നത്. മോന് മാചർ കിടന്ന് മരിക്കണം മോനും. നീ എന്നാണ് ഈ ചങ്ങായിയൊക്കെ മനസ്സിലാക്കുക? എന്റെ റബ്ബേ, എല്ലാ പണിയും അവളെ കൊണ്ട് ഇടിപ്പിക്കും. എന്താ ഈ തള കാട്ടെ ഞാൻ നോക്കട്ടെ. ഞാൻ ചുടുവി കൂടെ ഞാനിങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് എല്ലാ പണിയാണ് എടുക്കും. ഇതെന്താ കളി? അപ്പം എന്താ തള എന്താ പറയുന്നത്? 4 ഡയലോഗ് ഇങ്ങനത്തെ പറഞ്ഞു കൊടുത്താൽ മതി. താനൊന്നും മുണ്ടാതാണ് പൊയ്ക്കോളും. ഞാൻ പറഞ്ഞൊന്നും പറ്റിയുണ്ടാവില്ല. അതുകൊണ്ടോ വേഗം മണ്ടിയത്. കൂടുതൽ കേൾക്കണ്ട വെച്ചിട്ടേ. അല്ലാ പഠിച്ചോനെ. അതിൻ്റെ റബ്ബേ, കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. ഒരു മനുഷ്യന്മാരും ചായം കടി ആയാലും വരൂല കുടിക്കാൻ. ഇന്നോരെ വരി എന്നിങ്ങനെ വിളിച്ച് ആർക്കണം. ഒരു ഇളച്ചിനും കാണാനില്ല. അതൊക്കെ എന്തോ ഒരു സുസ്കാന്തേന് ഓൾക്കൊണ്ട് ഇവിടെ അടുക്കളയ്ക്ക് കയറാനും ചായ കുടിക്കാനും എല്ലാത്തിനും വലിയ സുസ്കാന്തേന്. ഇപ്പൊ സുസ്കാന്തി ഒന്നും കാണുന്നില്ല. പക്ഷേ തനി സ്വഭാവം എടുക്കൽ തുടങ്ങിയ പോളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്റെ അമ്മായിമ്മ വിളിച്ചാൽ മതിയല്ലോ.
ഈ പെമ്പറന്നോൾ എന്തിനാ വിളിക്കണത്? ഓൾ കാണാ ചായം കടിയുണ്ട് ആയാലേ എല്ലാരും കുടിച്ച് തീർക്കണം. ഓൾക്ക് പൈക്കുണ്ടെങ്കിൽ ആണ്ട് കുടിച്ചാ പോരെ. അങ്ങോട്ട് വരി ചായ കുടിക്കാനേ. പക്ഷോനെ എത്ര നേരായി മനസ്സിലാണ് പള്ള പൈച്ചിട്ട് വെജെന്നുണ്ടെന്ന് വരിക. എന്താണ് പെണ്ണെ ഈജ് കുടിച്ചോ? ഞാൻ പിന്നെ കുടിച്ചോണ്ടേ. ഇജ് കുടിച്ചോടേ. ഞാൻ ഒന്ന് കുറച്ചേരം നിക്ക് എടുക്കട്ടെ. യാതൊരു തൊന്തരവനെ. നേരത്തെ കാലത്തും ചായക്കടി കൊണ്ട് ആയി കഴിഞ്ഞാല് പിന്നെ കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഇനി തോളം നീച്ചു വരുമ്പോ ആയിട്ടില്ലെങ്കിൽ അതിനിങ്ങനെ ചോറിയും ചെയ്യും. കുറച്ചോനെ ഒക്കെ കണക്കാണ്. ഏതായാലും ആവശ്യമുള്ളവർ വന്ന് കുടിച്ചോളൂ. അനുസരിച്ച് പൈച്ചിട്ടേ ഞാൻ കുടിക്കട്ടെ. അല്ലാ പഠിച്ചോനെ. അല്ലാ നേരത്തെ കാലത്ത് അടുക്കളയ്ക്ക് കയറുന്നവർക്ക് പൈക്കും. ഇത് തീരെ കയറാത്തവർക്ക് അതൊന്നും ഉണ്ടാവൂല. എനിക്ക് പയച്ചിട്ടുണ്ട്. അതും കാലം വിറക്കണം. അപ്പോഴാണ് സമാധാനമായത് പഠിച്ചോനെ. അങ്ങനെ കൈയും കാലം കുഴയേനു. വേണ്ടവര് വന്ന് തിന്നോളൂ. എത്ര നേരമായാലോ ഇവിടെ എന്തുകൊണ്ട് കാണാത്തത്? എന്തേനാ പുതുക്കത്തില്? റബ്ബേ. വരുമ്പോ വറ്റ. മുപ്പത്തേര് ചായ കുടിച്ചാ? ഞാൻ കൂടി ഒന്ന് കാത്തുന്നില്ലല്ലോ. ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഇന്നൊന്നൊരു വിളി. വല്ലാത്തൊരു സാധനം തന്നെ തോന്നുന്നു. തുടക്കത്തിൽ തന്നെ മനസ്സിലായിക്കണം ഇത് വേറെ സൈസാണെന്ന്. അല്ല താത്ത, ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞാ? അവിടെ ഞാൻ കുടിച്ച്. എനിക്ക് ഇന്നലെ ഒരു 10-11 മണിക്കൊന്നും ചായ കുടിച്ചാലും എനിക്ക് ശരിയാവൂല. എനിക്ക് ആ രാവിലെ തന്നെ ചായയും കടിയാവണം. എന്നാലാണ് ഇവിടുത്തെ അടുക്കളത്തെ പണിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് അതേ ഉള്ള ശീലാണ്. അതിപ്പോ ഇജ്ജ് വന്ന് വെച്ചിട്ട് എനിക്ക് മാറ്റാൻ പറ്റൊന്നുമില്ല. പിന്നെ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഉമ്മാനെ കുറെ വിളിച്ച്. അപ്പൊ ഉമ്മ പറയും ഞാൻ കുറച്ചേരൊക്കെ എടുക്കട്ടെ, ഇജ്ജ് കുടിച്ചോന്ന് പറഞ്ഞു. പിന്നെ അന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇജ്ജും മരോളാണ്, ഞാനും മരോളാണ്. എനിക്ക് വേണ്ടിയത് ഇവിടെ വെത്തുന്ന അതിന് വേണമെങ്കിൽ എനിക്ക് വെച്ചുണ്ടാക്കാം. അതൊക്കെ എനിക്കും ചെയ്യാം. പിന്നെ ഞാൻ ഈ അമ്മായിമാനല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഈ വന്ന ഇളച്ചികളൊന്നും ഇപ്പൊ നമുക്ക് നോക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ എന്നെ വിളിച്ചില്ല. ഞാൻ കുടിച്ച്. ഇനി വേണമെങ്കിൽ ഇജ്ജ് കുടിച്ചോ? അതൊന്നും സാരമില്ല താത്ത, ഇന്നൊക്കെ പൈച്ചെന്നത് കുടിച്ചോളി. ഞാൻ വന്ന് ഞാൻ കുടിച്ചോണ്ട് എനിക്കിപ്പോ ഇതൊന്നും പുത്തിയരല്ല. ഞാൻ എന്റെ പെരയിലാണെങ്കിലും 10-11 മണിക്കൊക്കെ ഞാൻ കുടിക്കുള്ളൂ. എനിക്കിപ്പോ അതൊക്കെ ശീലായിക്കണ്. പിന്നെ നന്നാൽ നേരത്തെ കാലത്ത് ചായ ഒന്നും വേണമെന്നൊന്നും ഒരു നിർബന്ധം എനിക്കില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളിപ്പോ ഇന്നലത്തെ പറഞ്ഞ ഞാനും വന്ന് കയറിയതാണ്, നിങ്ങളും വന്ന് കയറിയതാണ്. അതുകൊണ്ട് ഇന്നലിപ്പോ ഇന്റെ കാര്യം നോക്കണ്ട. ഇന്നലിപ്പോ സത്യം പറഞ്ഞാല് ഞാൻ ഇന്നലെ ചായ കുടിച്ചോന്നാണ് ഞാൻ ചോദിച്ചത്. വേറെ ഇപ്പൊ ഇങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യം നിൽക്കില്ല. അതൊക്കെ പോട്ടെ. പിന്നെ ഇന്നിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടി? ഇനി അതെ, ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല. ഞാന് അന്നുണ്ട് പറഞ്ഞു പോയപ്പോ പറഞ്ഞോളൂ കേട്ടാ. ഇജ്ജൊന്നും വിചാരിക്കണ്ട. ഇജ്ജിപ്പൊ ചെയ്യേണ്ടത്, ഞാൻ ഇപ്പൊ ഒന്ന് സത്യത്തില് എന്നെ കൊണ്ട് ഞാൻ അടുക്കളത്തെ പണി എടുപ്പിക്കാന്ന് വിചാരിച്ചത്. ഇങ്ങനെ തന്നെയല്ല ഓരോ പണികളൊക്കെ പഠിക്കുക. അപ്പൊ ജി നീച്ച് വരാതപ്പോ ഞാൻ പിന്നെ അടുക്കളയിൽ കയറി ചായയും കടിയൊക്കെ ആയി. ഇപ്പൊ ചോറ് പിന്നെ തിളച്ചിക്കണ്.
ഇനിയിപ്പൊ കറിയും മീൻ പൊരിക്കാനുള്ളൂ, ബാക്കിയുള്ളൊക്കെ കഴിഞ്ഞിരിക്കണ്. അപ്പൊ ഇജ്ജ് ഇന്ന് ഏതായാലും പുറത്തത്തെ പണി എടുത്തോ, മിറ്റടിക്കലും അതേപോലെ തുടക്കലും അതൊക്കെ ഒന്ന് ചെയ്തോളൂ. പിന്നെ ഞാൻ ഈ മെഷീനിൽ ഞാൻ അലക്കാലൊക്കെ അവിടെ കൊടുന്നിട്ടിരിക്കുന്നു, അതും കൊണ്ടിട്ടാളാ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് ചിക്കിയിട്ടാളാ. അപ്പൊ ഈ ഒരു പണി എടുത്താൽ മതി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ദിവസം ചെറുക്കത്തെ പണി എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ പുറത്തത്തെ പണി എടുക്കുക. അങ്ങനെ ആകുമ്പോ നമുക്ക് രസമാവും, പെട്ടെന്ന് പണിയും തീർക്കും ചെയ്യും അല്ലെ? അങ്ങനെ ചെയ്യല്ലേ? അങ്ങനെ തന്നെ ചെയ്യാ താത്ത. ഒരു ദിവസം നമ്മൾ അടുക്കളയിലാണെങ്കിൽ പുറത്തത്തെ പണി ഞാനും എടുക്കാം. അങ്ങനെ തന്നെ നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ അരി എടുക്കുമ്പോ ഒരു രസമാണ്, പിന്നെ അധികം ഭാരം ഉണ്ടാവൂല. എന്നാ ആയിക്കോട്ടെ, എന്നാ ഞാൻ മിറ്റടിച്ചിട്ട് വരാം, എന്നിട്ട് ഞാൻ തുടച്ചോണ്ട്. എന്നാ ആയിക്കോട്ടെ ട്ടാ. എന്നാ ആയിക്കോട്ടെ, എന്നാ ഞാൻ പറഞ്ഞ പോലെ ചെയ്തോട്. ആയിക്കോട്ടെ. എന്താ പിന്നെ ആളുകൾ ചെയ്യാൻ ഞാൻ എന്താ ഇവിടുത്തെ കുട്ടി ഒന്നും പോതാ എല്ലാം കാണിച്ചു കൊടുത്തോളാം ഞാൻ.